കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘടിതമായ ഘടകകക്ഷികളിൽ ഒന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സ്വന്തം വോട്ട് ബാങ്കും വ്യക്തമായ സംഘടനാ ശക്തിയും സ്ഥിരമായ സ്വാധീനവും UDFിൽ ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലെത്തിയാൽ അടുത്ത 5 വർഷം ലീഗിന്റെ പങ്ക് എന്തായിരിക്കും? അത് വെറും ഘടകകക്ഷിയുടേതായിരിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ്. അല്ലെങ്കിൽ അധികാര നിർണയത്തിനുള്ള ഒരു ശക്തിയായി ലീഗ് ഉയരുമോ എന്നതാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചാലും മന്ത്രിസഭാ രൂപീകരണത്തിൽ നിന്ന് നയനിർണയങ്ങളിലേക്ക് വരെ ലീഗിന്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടാകും? മുന്നണിയിലെ തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കുമോ, അതോ ലീഗിന്റെ പിന്തുണ അനിവാര്യമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറുമോ? അതൊരു ചോദ്യമാണ്. അടുത്ത 5 വർഷം UDFിൽ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ ശക്തി എത്ര വിപുലമായിരിക്കും? കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ലീഗ് ശക്തമാണോ? UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് പൂർണ്ണ അധികാര കേന്ദ്രമായി മാറുമോ? ഈ ഒരു വലിയ ചോദ്യം ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. VD സതീശനെ പിന്തുണച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയതോടുകൂടി ഈ ചർച്ച കൂടുതൽ സജീവമായി. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDFിൽ ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു വെക്കുന്നു.